നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2006 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഇറ്റലിയും ഫ്രാൻസും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ആ മത്സരത്തിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈയൊരു വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കാൻ ഇറ്റലിക്ക് കഴിഞ്ഞിരുന്നു. ഫ്രഞ്ച് സൂപ്പർ താരമായ സിനദിൻ സിദാൻ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയത് യഥാർത്ഥത്തിൽ ഫ്രാൻസിന് തിരിച്ചടിയാവുകയായിരുന്നു. ഇറ്റാലിയൻ താരമായ മറ്റരാസിയെ തലകൊണ്ട് ഇടിച്ചു വീഴ്ത്തിയതിനാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിച്ചത്. സിദാനെ വളരെ മോശമായ രീതിയിലാണ് മാർക്കോ മറ്റരാസി പ്രകോപിപ്പിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഒരിക്കൽ കൂടി മാർക്കോ മറ്റരാസി തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആ സംഭവത്തിന് ശേഷം താനും സിദാനും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സിദാനെ കണ്ടുമുട്ടാനും സംസാരിക്കാനും താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം കൂടി മറ്റരാസി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ RMC സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇനി ക്ഷമ പറയാനൊന്നും ശ്രമിക്കില്ല, പക്ഷേ ആ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒരുപാട് വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞാൽ അത് തീർച്ചയായും സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനുവേണ്ടി ഞാൻ ഇതുവരെ അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല, അതിനുശേഷം സംസാരിച്ചിട്ടില്ല. മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ യാതൊരുവിധ ബന്ധവുമില്ല. ഇതാണ് മാർക്കോ മറ്റരാസി പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വേൾഡ് കപ്പിന് ശേഷം സിനദിൻ സിദാൻ ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് പരിശീലകൻ എന്ന നിലയിലും തിളങ്ങാൻ സിദാന് കഴിഞ്ഞിട്ടുണ്ട്. റയൽ മാഡ്രിഡിന് ഹാട്രിക് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടമൊക്കെ നേടിക്കൊടുക്കാൻ സിദാന് സാധിച്ചിരുന്നു. നിലവിൽ അദ്ദേഹം ഫ്രീ ഏജൻ്റായി കൊണ്ടാണ് ഫുട്ബോൾ ലോകത്ത് തുടരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.